യുകെയുമായി പൂർണ്ണവും സമഗ്രവുമായ വ്യാപാര കരാർ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ കരാർ യുഎസും യുകെയും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തെ ദീർഘകാലത്തേക്ക് ശക്തിപ്പെടുത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഏപ്രിൽ 2-ന് ട്രംപ് ലോകമെമ്പാടുമുള്ള വ്യാപാര പങ്കാളികൾക്കെതിരെ വലിയ രീതിയിലുള്ള താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ വ്യാപാര കരാറാണിത്. വളരെ വലുതും ആവേശകരവുമായ ഒന്നായി വിശേഷിപ്പിച്ചെങ്കിലും കരാറിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ തന്റെ ഔദ്യോഗിക പേജിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. കരാറിൽ യുകെ യുഎസ് ഉൽപ്പന്നങ്ങൾക്കെതിരായ അന്യായമായ നോൺ താരിഫ് തടസ്സങ്ങൾ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമെന്നാണ് സൂചന. ഇതിൽ യുകെയുടെ 2% ഡിജിറ്റൽ സേവന നികുതി ഒഴിവാക്കലും ഉൾപ്പെട്ടേക്കാം. 100% സിനിമാ തീരുവ എന്നതിൽ ഇളവുണ്ടാകുമോ എന്നത് വ്യക്തമല്ലെങ്കിലും യുകെയിലെ ചലച്ചിത്ര വ്യവസായം ഇതിനായി വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ കരാർ യുഎസിന്റെ ആദ്യത്തെ വ്യാപാര വിജയമാണെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിറ്റ് അഭിപ്രായപ്പെട്ടത്. യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായുള്ള ചർച്ചകളാണ് ഇത്തരമൊരു നേട്ടത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. യുഎസ് തങ്ങളുടെ അനിവാര്യമായ സാമ്പത്തിക ദേശീയ സുരക്ഷാ പങ്കാളിയാണെന്നും കരാർ സംബന്ധിച്ച ചർച്ചകൾ വളരെ വേഗത്തിൽ നടന്നതായും യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം യുകെ ബിസിനസ് ഗ്രൂപ്പുകളും ട്രേഡ് യൂണിയനുകളും മിശ്ര പ്രതികരണമാണ് കരാർ സംബന്ധിച്ച് നടത്തുന്നത്. യുഎസിലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും 10% അടിസ്ഥാന തീരുവയും യുഎസുമായി വലിയ വ്യാപാര കമ്മിയുള്ള രാജ്യങ്ങൾക്ക് പരസ്പര തീരുവകളും ഏർപ്പെടുത്തുമെന്നായിരുന്നു കഴിഞ്ഞ മാസം 2-ന് ട്രംപ് പ്രഖ്യാപിച്ചത്. യുകെ ഈ ഉയർന്ന പരസ്പര തീരുവകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും 10% അടിസ്ഥാന തീരുവയും ഉരുക്ക്, അലുമിനിയം, വാഹനങ്ങൾ എന്നിവയ്ക്ക് 25% തീരുവയ്ക്കും വിധേയമാക്കിയിരുന്നു. ഈ തീരുവകൾ യുകെയുടെ കാർ നിർമ്മാണ മേഖലയെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. 2023-ൽ യുകെയുടെ 6.4 ബില്യൺ പൗണ്ട് വിലമതിക്കുന്ന വാഹന കയറ്റുമതിയിൽ 18.4% യുഎസിലേക്കായിരുന്നു. ഏറ്റവും ഒടുവിൽ യുകെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന സിനിമകൾക്ക് 100% തീരുവ ഏർപ്പെടുത്തിയത് ബ്രിട്ടന്റെ ചലച്ചിത്ര വ്യവസായത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. Subscribe to One India and never miss an update.